السلام عليكم ورحمة الله وبركاته. إفادة حديث كلاس نوت 53. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. أما بعد. عن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم نظر إلى وحد فقال إن وحدا جبل يحبنا ونحبه. ഇമാം മുസ്ലിം റിപ്പോർട്ടാക്കിയ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു, ഊഹുദ് പർവ്വതത്തെ നോക്കിയിട്ട് നബി തങ്ങൾ ചൊന്തു, ഇന്ന ഊഹുദൻ ജബലുൻ യുഹിബ്ബുനാ വനുഹിബ്ബുഹു. ഊഹുദ് പർവ്വത അത് ഞങ്ങളെ സ്നേഹിക്കലെങ്കിത്ത പർവ്വത, ഞങ്ങ അതിരെയും സ്നേഹിക്കടാ. ഇങ്ങനത്തെ ഒരു പ്രത്യേകത ഊഹുദ് പർവ്വതത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തത്. പർവ്വതത്തെ ഞങ്ങ സ്നേഹിക്കട, ഞങ്ങളെ ആ പർവ്വതവും കൂടി സ്നേഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിരിച്ചവെക്കലെങ്കിത്ത പർവ്വതാണ് ഊഹുദ്. മദീനത്താണ് ഈ പർവ്വതമുള്ള. കുറെ നീണ്ട സുമാറ് 7 കിലോമീറ്ററത്തോളം ഉണ്ടെന്ന് ചെല്ലാറ്. അത്രയും നീണ്ട ഒരു കവറായിട്ട് കാണും നമുക്ക് മദീനത്ത്. അത്രയും വലിയ പർവ്വത്താണ് ഉഹുദ് പർവ്വത. വലിയ മഹത്വവും ശ്രേഷ്ഠതയും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ചൊന്നങ്കത്തെ പർവ്വത്താണ് പിന്നെ ഉഹുദ് പർവ്വത. ഉഹുദ് പർവ്വതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അവർക്ക് പത്തിട്ടുണ്ട്. അബൂബക്കർ സിദ്ദീഖും ഉമർ റളിയല്ലാഹു അൻഹും ഉസ്മാൻ റളിയല്ലാഹു അൻഹും ഒട്ടിಗೆ ഇന്നാർ. അപ്പോഴാണ് ഉഹുദ് പർവ്വതം ഇങ്ങനെ കുലുങ്ങുടെ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നുസ്കുൻ യാ ഉഹുദ്, നീ അടങ്ങണോ, പന്തണ്ട നീന്. ഫഇന്നമാ അലൈക നബിയ്യുൻ വസിദ്ദീഖുൻ വശഹീദാൻ. നിന്റെ മേൽ ഇപ്പോൾ ഉള്ളത് നബിയായിട്ടിക്കട്, പിന്നൊന്ന് സിദ്ദീഖായിട്ടിക്കട്, പിന്നെ 2 ഷഹീദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്ന ഹദീസ് ബുഖാരിയിലുണ്ട്. ഷഹീദിൻ ചൊന്നത് ഒന്ന് ഉമർ റളിയല്ലാഹുവിനെ പറ്റി, മറ്റൊന്ന് ഉസ്മാൻ റളിയല്ലാഹു. ഈ 2 മഹാന്മാർ രണ്ടാളും ഷഹീദായിട്ടിക്കടാർ. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ഉഹുദ് പർവ്വതത്തൊട്ടിಗೆ വലിയ ബന്ധാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ. ഇന്നും മദീനത്തിൽ പോയ ആൾമാർ വിശ്വാസിങ്ങ ഉഹുദ് കാണാണ്ട് പണ്ടില്ല. ആ ഉഹുദ് വലിയ മഹത്വവും പവറും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ കൊടുത്തു. ഗസ്വത്ത് ഉഹുദ്, ഉഹുദ് യുദ്ധ നടന്നെങ്കിത്തെ ജാഗയായിട്ടിക്കട്. അവിടെ ഉഹുദ് പോകുമ്പോ മഖ്ബറത്തു പിന്നെ മഖ്ബറത്തു ഷുഹദാ അവിടെ കണ്ടു. അതില് ഒരു പക്ക ഒരു 4 ഖബർ അടയാളാക്കിയിട്ടുണ്ട്. ഒന്ന് ഹംസ റളിയല്ലാഹു അൻഹു ഖബർ, സയ്യിദു ഷുഹദാ ഹംസ റളിയല്ലാഹു അൻഹു ഖബർ. പിന്നെ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മക്കത്തെ സുന്ദര രാജാവുടെ മോനായിട്ട് ഇന്നെങ്കിൽ ഏറ്റവും സൗന്ദര്യമുള്ള ഏറ്റവും വലിയ മഹാൻ മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് റളിയല്ലാഹു അൻഹു, പിന്നൊന്ന് ഷമ്മാസ് ഇബ്നു ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചൊല്ലാറ്. ഇങ്ങനെ 4 മഹാന്മാരെ ഖബർ ഒരു പക്ക അടയാളാക്കിയിട്ട് കണ്ട്. ബാക്കി 70 സ്വഹാബിങ്ങളെ ഖബർ ആ ചുറ്റു കമ്പൗണ്ടർ ഉൾഗ ഉണ്ടുണ്ടാണ് ചെല്ല്. അപ്പൊ ഉഹുദ് വലിയ ഒരു യുദ്ധ നടന്നെങ്കിത്ത ജാഗ. ബദർ യുദ്ധ കഴിഞ്ഞാൽ പിന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ബദറിൽ വലിയ സഹായം മുസ്ലിമീങ്ങൾ കൊടുത്തിട്ടിന്ന്. അതിൽ പിന്നെ നടക്കുന്ന യുദ്ധാണ് മുസ്ലിമീങ്ങളൊട്ടിಗೆ യുദ്ധാക്കോ വർത്തായിട്ടിന്നാർ. ബദറിലങ്ക് വലിയ പരാജയവും വലിയ സോളു അങ്ങക്ക് സംഭവിച്ചപ്പോൾ അതിരെ പക വീട്ടുകനായിട്ട് അങ്ങ് ചെമ്മ ആൾമാരെ കൂട്ടിയിട്ട് ഭർത്തായിട്ടിന്നാർ. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സ്വഹാബിങ്ങളൊട്ടിಗೆ മുഷാവറായിട്ട് നബി തങ്ങവും ഭർത്തായിട്ട് 1000 പണ്ട് സ്വഹാബിങ്ങളെ കൂട്ടിയോണ്ടു. നോക്കുമ്പോൾ അതിൽ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് അൽ മുനാഫിഖ്, പിന്നെ അബ്ദുല്ലാഹി ഇബ്നു ഉബയ്യ് മുനാഫിഖുകളെ നേതാവ് അയാൾ ആ കൂട്ടത്തിലുണ്ട്. അയാൾ എന്താക്കിയിട്ട് ചെന്നെങ്കിൽ യുദ്ധത്തിൽ ഭർത്തായിട്ട് മേലെ ഇടക്ക് വെച്ച് മടങ്ങിപ്പോയിട്ട് സുമാർ ആൾമാർ ഈ കൂട്ടത്തിൽ ആന്തരിക ശത്രുങ്ങ ഇസ്ലാമുടെ മുനാഫിഖായിട്ട് ചമഞ്ഞെങ്കിത്തെ മുസ്ലിമായിട്ട് ചമഞ്ഞ മുനാഫിഖിങ്ങ ഇന്നാർ. അങ്ങനെ കുറെ ആൾമാർ പിറകുപോയാർ. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബിങ്ങ ധീരന്മാരായ സ്വഹാബിങ്ങളെ കൂട്ടിയോണ്ട് ഉഹദ് യുദ്ധത്തിൽ ഭർത്തായിട്ട് അവിടെ ജബലുർ റുമാത്ത് ചെന്നിട്ടുണ്ട്. അമ്പേത്ത് നടത്തുന്നെങ്കിൽ ആൾമാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിപ്പാട്ടിയതായി 50 ആൾമാരെ നബി തങ്ങൾ അവിടെ നിപ്പാട്ടിച്ചിട്ട്. പിന്നെ ആ ഉഹദ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇടക്ക് വെച്ചിട്ടൊരു ചെറിയ പരാജയ പോലെ അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പിന്നെ ഈ ജബൽ റൂമാത്തുള്ള ആൾമാരല്ല പതറിയാർ, അങ്ങനെ പതർ പാട്ടിയാർ. അവിടെയാണ് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു വഫാത്തായ പുറത്ത് ചെന്ന ഇന്നി ഖതൽതു മുഹമ്മദ. കാരണം മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേ കട്ടിന്തിണ്ട നബി തങ്ങളെ പോലെ. അപ്പോൾ മുഹമ്മദ് എന്നാണ് കൊന്നേൻ ചെന്നപ്പോൾ ഇടീ മുസ്ലിമീങ്ങൾ അവിടെ ഇളകിപ്പോയാർ. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി പോയെങ്കിൽ ഞങ്ങൾക്ക് ആരും ഇനി ഉള്ളേന്ന് ചൊല്ല ആ ബേജാറിലും എപ്പോഴാണ് ആയിപ്പോയിട്ട് ನಾನು മുഹമ്മദിനെ കൊന്നേൻ ചെന്നപ്പോൾ ഞങ്ങളുടെ നിയന്ത്രണം വിട്ടുപോയാറ്. അങ്ങനെ ഒരു ചെറിയ ഒരു ഇത് ഉഹദ് യുദ്ധത്തിൽ ഉണ്ടായിട്ട്
അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറെ സ്വഹാബികൾ വഫാത്തായി പോയിടാറ്. സയ്യിദു ഷുഹദായ ഹംസ റളിയല്ലാഹു അൻഹു ആ യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു. വഹ്ശിയാണ് ബഹുമാനപ്പെട്ട ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കൊല്ലുടെ. അങ്ങനെ ഹിന്ദ് ഹംസ റളിയല്ലാഹു അൻഹുവിന്റെ കരളിടെಲ್ಲ ಪರ್ತರ್ತಂಕೆತ ಚರಿತ್ರ ನಂಗೆ ಊಹುದಿರೆ ಚರಿತ್ರ ಬಾಯ್ಕುಂಬ ಬೇಜಾರ್ಲು ನೊಂಬಲ್ತಲ್ ನಂಗೆ ಬಾಯ್ಕು ಸಾಧ್ಯವಡು. ಆ ವಹ್ಶಿಯಾನ ಪಿಲ್ಕಾಲത്ത് യമാമത്തിൽ യുദ്ധം നടന്നപ്പോ മുസ്ലിം കൽദാബിടക്കൊള്ളെ അപ്പയാൾ മുസ്ലിമായിട്ട് അയാൾ ചൊല്ലു, ഞാൻ ഖതൽതു ഖൈറന്നാസി ഫിൽ ഇസ്ലാം ജാഹിലിയ, നന്റെ ജാഹിലിയ കാലത്തിൽ ഖൈറായ ആളെ കൊന്നിട്ടിന്നെ, അതാണ് ഹംസ റളിയല്ലാഹു അൻഹു കൊന്നെ. അതേ സമയത്ത് ഖതൽതു ഷർറന്നാസി ഫിൽ ഇസ്ലാം, ഇസ്ലാമുക്ക് വന്നാൽ പിന്നെ അതൊക്കെ പകരം വീട്ടുക അല്ലാഹു നക്ക് ഭാഗ്യം തന്ന ജനങ്ങളെ കൂട്ടത്തിൽ മനുഷ്യന്മാരെ കൂട്ടത്തിൽ വെറും മോശപ്പെട്ടെങ്കത്തെ ഈ മുസൈലിമത്തുൽ കദ്ദാബിടെ കൊല്ലുക അല്ലാഹു നക്ക് ഭാഗ്യം തന്നാണ്ട് ഈ വഹ്ശി പിന്നെ ചൊന്നിട്ടിന്ത്. അപ്പോ ഉഹുദ് യുദ്ധം നടന്നപ്പോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനിക്ക് വന്നെങ്കിത്ത വലിയ കഷ്ടപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ സഹിച്ചിരു. ധാരാളം കഷ്ടപ്പാട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹിച്ചിരു. അങ്ങനെ നബി തങ്ങളെ മുമ്പല്ല് പൊട്ടിത്തെറിച്ചെങ്കത്തെ യുദ്ധായിട്ടിരിക്കുന്നു, മുമ്പല്ല് പൊട്ടിയെങ്കത്തെ യുദ്ധായിട്ടിക്ക് മുസ്ലിമീങ്ങൾക്ക് വലിയ നൊമ്പലത്തിൽ ബായിക്കടെങ്കത്തെ യുദ്ധ. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പല്ലുക്ക് നൊമ്പലായിട്ട് നബി തങ്ങൾ ഗായായിട്ട്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ ആ യുദ്ധം നടക്കണെങ്കത്തെ ജാഗടെ ഇപ്പുറത്തേക്ക് പർവ്വതത്തെ മുട്ട വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ മുഖ വെച്ചെങ്കത്തെ ജാഗ ഇണ്ടും കാണുക സാധ്യമാവുള്ളൂ. അവിടെ നല്ല മണ നമുക്ക് ആസ്വദിക്കുക അനുഭവിക്കുക സാധ്യമാവുള്ളൂ. വിശ്വാസിങ്ങൾ പോയിട്ട് അവിടെ മുഖ വെക്കിടാറ് നബി തങ്ങ കൈവച്ച് അച്ചിക്കാണ്ട് നബി തങ്ങ ഒരു വന്നിട്ട് ദെച്ചെങ്കിത്തെ ഒരു ചെറിയ ഗുഹ പോലത്തത് അവിടെ നമുക്ക് കാണുക സാധ്യമാവുള്ളൂ. അത് ഊഹുദ് പിന്നെ ഊഹുദിലെ ചരിത്ര വായിക്കുമ്പോ ഊഹുദിലെ മുട്ട നങ്ങ പോകുമ്പോ അവിടെ ഖുദ്ദു നമുക്ക് അതെല്ലാം കാണുക സാധ്യമാവുള്ളൂ. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ പരിശുദ്ധമായ ദീൻ പ്രചാരാക്കടെ ആ ഭാഗത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങ സഹിച്ചെങ്കത്തെ ത്യാഗ ಎಲ್ಲ ഊഹുദ് യുദ്ധത്തെ ചരിത്ര വായിക്കുമ്പോൾ നമുക്ക് ഓർമ്മ വലിയ നൊമ്പല നമുക്ക് ഉണ്ടാവുള്ളൂ. കാരണം നന്റെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുമ്പല്ല് പൊട്ടരെ ഈ ദീനിക്ക് വേനായിട്ടായിട്ട് അപ്പൊ അത്രയും പ്രയാസപ്പെട്ടിട്ട് കൊണ്ടുവന്നെങ്കത്തെ ദീനാണ്. ഞങ്ങൾ ഊഹുദുക്ക് പോകുമ്പോ ഇതെല്ലാം നമുക്ക് നെനപ്പാവണു. ആ ഊഹുദിലെ മലയുടെ കീഴിലല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്വഹാബിങ്ങ ശത്രുങ്ങളൊട്ടിಗೆ ദീനിക്ക് വേനായിട്ട് ദീന്റെ ഉയർച്ച ആക്കുവാനായിട്ട് അങ്ങ് യുദ്ധ ആക്കിയത്. അപ്പൊ അത്രയും പ്രയാസം സഹിച്ചിട്ടാണ് ആ ദീന്റെ നമുക്ക് അങ്ങ് എടുത്തുകൊണ്ടുവന്ന് തന്നത്. അപ്പൊ അതെല്ലാം നമുക്ക് ഓർമ്മയായിട്ട് ആ ദീന്റെ നല്ല രൂപത്തിൽ മുന്നിൽ കൊണ്ടുപോകുന്നു ഞങ്ങളെല്ലാം ശ്രമിക്കണം. മാത്രമല്ല ദീൻ ചെന്ന രൂപത്തിൽ പിന്നെ ജീവിക്കുകയും ഞങ്ങളെ കൊണ്ട് സാധ്യമാവണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ അതുപോലെ സ്വഹാബിങ്ങ യുദ്ധാക്കിങ്കത്തെ ജാಗೆ മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വലിയ രൂപത്തിൽ സ്നേഹിച്ചെങ്കത്തെ ഉഹുദ് പർവ്വത, ആ പർവ്വതമേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുന്നു ചെന്നെങ്കിൽ സുബ്ഹാനല്ലാഹ്, ഒരു ജീവനില്ലാത്തെങ്കത്തെ പർവ്വത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചിരുണ്ടായെങ്കിൽ നമുക്ക് അത്ഭുതമായി പോകുന്നു. കാരണം ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ പർവ്വതമേ സ്നേഹിച്ചെങ്കിൽ സൃഷ്ടികളായ മുഅ്മിനീങ്ങളായ നാങ്ങ എത്ര യാറ ആ നബി തങ്ങളെ സ്നേഹിക്കുന്നുണ്ടാണ്. ഹിജ്റ 3ാമത്തെ വർഷത്തിലാണ് ഷവ്വാലിലാണ് ഈ യുദ്ധം നടക്കടെ. അണ്ട് മദീനത്തെ അമീറായിട്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മി മക്തും മദീനത്തിൽ നബി തങ്ങൾ അമീറാക്കി പോയിടെ. മുസ്ലിമീങ്ങ 700 ആളിന്നാറ്, 50 കുതിര സവാരിങ് ഇന്നാറ്. കാഫിരീങ്ങളെ കൂട്ടത്തിൽ 3000 ആൾമാർ, 200 കുതിര സവാരിങ് ഇന്നാറ്. കാഫിരീങ്ങ മദീനത്തെ അറ്റാക്ക് ആക്കിയതാണ് കാരണം ഉഹുദ് യുദ്ധം നടത്തുക. കാരണം ഉഹുദ് യുദ്ധം നടക്കുന്ന ആ പർവ്വതത്തെ കീഴിലായിട്ടിക്കട് മുസ്ലിമീങ്ങളെ പതാക്ക വഹിച്ച ആളെ പേര് മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു. പിന്നെ മുപ്പറഫാത്തായ ബിൻ അലി ഇബ്നു അബി താലിബ് റളിയല്ലാഹു അൻഹു പതാക്ക വഹിക്കടെ. മുസ്ലിമീങ്ങളെ കൂട്ടത്തിൽ 70 ആൾമാർ ഷഹീദായിടാറ്. ആ കൂട്ടത്തിൽ 4 മുഹാജിരീങ്ങ ഇന്നാറ്. കാഫിരീങ്ങളെ കൂട്ടത്തിൽ 22 ആൾമാർ മരിച്ചിടാറ്. അങ്ങനെ അതാണ് ഉഹുദ് യുദ്ധത്തെ ഹ്രസ്വമായ ഒരു നോട്ട. അവിടെ ഉഹുദ് പർവ്വതത്തൊട്ടിಗೆ ചേർന്നിട്ട് ആ ഗുഹയുടെ കീഴിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 10 അണിഞ്ഞെങ്കത്തെ തെല്ലുമേലിൽ അവിടെ അണിഞ്ഞെങ്കത്തെ ജാഗയുണ്ട്. അവിടെയാണ് ഉസ്കുന്യ ഉഹുദ് നബി തങ്ങൾ ചെന്നത്. അതിലെ കീഴ്ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഉഹുദ് യുദ്ധ കഴിഞ്ഞാൽ പിന്നെ ലുഹുർ ആ ജാഗയിൽ ലുഹുർ നിസ്കരിച്ചിട്ടുണ്ടാണ്. അവിടെ ഒരു മസ്ജിദുൽ ഫസ്ഹ് എന്നൊരു കാണുവാൻ സാധ്യമാവും. അതിലെ ബിൽഡിംഗ് എല്ലാം ഇപ്പൊ പൊളിഞ്ഞു പോയിട്ട് മതിലിന്റെ ചെറിയ അവശിഷ്ടമെല്ലാം അവിടെ കാണും. അവശിഷ്ടമെല്ലാം ഒരു മിഹ്റാബ് പോലെല്ലാം ആക്കിയിട്ട് ഒരു ചെറിയ അവശിഷ്ട നമുക്ക് അവിടെ കാണുവാൻ സാധ്യമാവുള്ളൂ. പിന്നെ അവിടെ ഉള്ളത് രണ്ടാമത് അവിടെ ഉള്ളത് നേരത്തെ ചെന്ന പോലെ ഉഹുദുൽ ഷഹീദായങ്കത്തെ ഷുഹദായുടെ ഖബർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെ സന്ദർശനാക്കിക്കൊണ്ടിരുന്നു. അങ്ങനെ സിയാറത്ത് സുന്നത്തായിട്ടിരിക്കുന്നത്.
ഊഹദിൽ കൊല്ലപ്പെട്ട 70 സ്വഹാബിങ്ങൾ, ആ കൂട്ടത്തിൽ രണ്ട് ആൾമാരെ 3 ആൾമാരെ ഓരോ ഖബറിൽ ദഫനാക്കിയ ചരിത്രമെല്ലാം ഉണ്ട്. അപ്പൊ ഊഹദ് മദീനത്ത് പോയ ആൾമാർ ഊഹദ് സന്ദർശനാക്കുക, ഊഹദ് സന്ദർശന സുന്നത്തായിട്ടിരിക്കും. അസ്സലാമു അലൈക്കും അഹ്ലദ് ദിയാരി മിനൽ മുഅ്മിനീന വൽ മുസ്ലിമീന വ ഇന്നാ ഇൻഷാ അല്ലാഹു ബിക്കും ലാഹിഖൂൻ അസ്അലുല്ലാഹ ലനാ വലക്കുമുൽ ആഫിയ ചൊന്നിട്ടു അവിടെ ആ മഹാന്മാരെ സിയാറത്താക്കിയിട്ട് പിന്നെ അങ്ങ് സലാം ചെന്നിട്ടു സിയാറത്താക്കണമെങ്കിൽ ധാരാളം മുഅ്മിനീങ്ങളെ നമുക്ക് അവിടെ കാണുക സാധ്യമാവുള്ളൂ. അപ്പൊ ഏതായാലും പരിശുദ്ധമായ ഇസ്ലാമുടെ യുദ്ധരംഗത്തിൽ ബദർ യുദ്ധം കഴിഞ്ഞാൽ പിന്നെ വലിയ യുദ്ധാണ് ഉഹദ് യുദ്ധം നടക്കണേ. ആ ഉഹദ് യുദ്ധ നടന്ന ജാഗയായിട്ട് ജബൽ ഉഹദിലെ മുട്ട ഉള്ളെങ്കിത്തെ ജാഗ അവിടെയാണ് ജബലുർ റുമാത്തുള്ള മക്ബറത്തു ഷുഹദായി ഉഹദ് ഉഹദിൽ മരണപ്പെട്ടെങ്കിത്തെ ഷഹീദ് സ്വാലിഹീങ്ങളായ ഷുഹദായുടെ സ്വഹാബിങ്ങളെ ഖബറും ആ ജാഗയിലുണ്ട്. അവിടെയുള്ള ദ്വാര നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ആ മഹാന്മാരെ ഹദറത്തിൽ പോയിട്ട് ഞങ്ങളെ പിരിച്ച വെച്ചിട്ട് ഞങ്ങളൊട്ടിಗೆ വലിയ മഹബത്തിൽ ഞങ്ങൾ മഹാന്മാരെ തവസ്സുലാക്കിയിട്ട് അള്ളാഹുരൊട്ടിಗೆ ദ്വാരക്കുമ്പോൾ ಅದಕ್ಕೆಲ್ಲ വലിയ ഫായിദ ഉണ്ട്. അവിടെല്ലാം വിശ്വാസികൾ സന്ദർശിച്ചുകൊണ്ടിരിക്കാറ്. ഉഹദ് പർവ്വതത്തെ കാണുമ്പോൾ ഏതൊരു വിശ്വാസിയുടെ മനസ്സിങ്ങനെ ഷൗക്ക് കൊണ്ട് ഇളകിപ്പോണ്ടു. 1400 വർഷത്തിന് മുന്നുള്ള ചരിത്രത്തിൽ ഞങ്ങൾ നടന്നുകൊണ്ട് പോണ്ട ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനത്തെ വന്നതും അവിടെ മുശ്രിക്കീങ്ങൾ മക്കത്തെ വന്നതും പരസ്പര യുദ്ധായതും ആ രംഗമെല്ലാം ഞങ്ങളെ മനസ്സിലിങ്ങനെ ഓർമ്മ കൊണ്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ദീനിന് വേണ്ടിയിട്ട് അത്രയും കഷ്ടപ്പെട്ട സ്വഹാബികളെ തെരു സ്വീകരിച്ചിട്ട് പരിശുദ്ധമായ ദീൻ ಗೊತ್ತಿಟ್ಟು നടക്കൂ. ഞങ്ങൾക്കല്ല അള്ളാഹു തൗഫീഖ് തരട്ട്. ഞങ്ങളൊട്ടിಗೆ അള്ളാഹു ഞങ്ങളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.